നിൻ പൂർണ്ണത നൽകാ എൻ ദേഹം ദേഹിയും ശുദ്ധീകരിക്കാൻ നിന്നെ കാൺമാൻ വെണ്മയോടെന്നും ശുദ്ധീകരിക്കാൻ നിന്നെ കാൺമാൻ വെണ്മയോടെന്നും വെണ്മയോടെ ജീവിക്കുവാൻ രക്തത്താലെ താൻ എന്നെയും പ്രാപ്തനാക്കുന്നു. വെണ്മയോടെ ജീവിക്കുവാൻ തൻ രക്തത്താലെ താൻ എന്നെയും പ്രാപ്തനാക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായും നമ്മുടെ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ വെണ്മയോട് നിൽക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്നു. വചനം പറയുന്നു, അവൻ വിശ്വസ്തൻ. അവൻ നമ്മളെ പിതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി ഫ്ലോലെസ് ആയിട്ട് നമ്മളെ നിർത്തും. നമ്മളെ വീഴാതെ നമ്മളെ കാക്കുന്ന ദൈവം യേശു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുടെയും മധ്യേയും ദൈവത്തിൽ നമുക്ക് സുഖമായിരിക്കുവാൻ പറ്റും. ഭൂമി ലോകം തരുന്ന സ്വസ്ഥതയല്ല, ലോകം തരുന്ന സമാധാനമല്ല. ദൈവം തരുന്ന സമാധാനം ആര് വിചാരിച്ചാലും, ഏത് ഒരു അവസ്ഥ സർക്കംസ്റ്റൻസസ് വിചാരിച്ചാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റാത്ത ഒരു സമാധാനമാണ്. അത് നിങ്ങളെ ഓരോരുത്തരെയും ഗാർഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിലും ഉപരി, എല്ലാ പ്രെയർ റിക്വസ്റ്റിനും ഉപരിയായിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിൽ ഞാൻ കൂടുതൽ വളരണം. ദൈവത്തിൻ്റെ സ്വരം എനിക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ വചനങ്ങളിൽ എനിക്ക് വെളിപ്പാടുകൾ ഉണ്ടാകണം. എനിക്ക് റെവലേഷൻ ഉണ്ടാകണം. എത്രത്തോളം വചനത്തിൽ റെവലേഷൻ ഉണ്ടോ, എത്രത്തോളം ആഴത്തിലാണ് നമുക്ക് വചനങ്ങളുടെ റെവലേഷൻ കിട്ടുന്നത്, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂവും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പല വചനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവ് ആ വചനത്തിലെ സത്യത്തെ ക്യാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ത്രൂവിനെ നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക് ത്രൂവിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. പലരും വചനം വായിക്കുമ്പോൾ വെറും പ്രിൻ്റഡായിട്ട് വായിക്കും. അല്ല, ഇത് സത്യമുള്ള വചനമാണ്. ഇത് ബ്രീതിങ് വേർഡ് ഓഫ് ഗോഡാണ്. ഇത് ലിവിങ് വേർഡ് ഓഫ് ഗോഡാണ്. ഇത് ആക്റ്റീവ് വേർഡ് ഓഫ് ഗോഡാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വായിക്കുമ്പോൾ അത് ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങളിൽ പലരും ദൈവത്തിനെ അടുത്തറിയുന്നവരുണ്ട്. നിങ്ങളിൽ പലരും ദൈവത്തിനെ അടുത്തറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്. എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിനെ അറിയാൻ ആഗ്രഹം, ദൈവത്തിനെ കൂടുതൽ അറിയാൻ ആഗ്രഹം, ദൈവത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം ഇടയിൽ വരാതെ ക്രിസ്തു എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിലോട്ട് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പെർഫെക്റ്റ്, അതാണ് ഏറ്റവും നല്ലത്, അതാണ് എല്ലാ പ്രയാസത്തിലും ബുദ്ധിമുട്ടുകൾക്കും നല്ലത്. അത് തന്നെയാണ്. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫാമിലികളിൽ ബുദ്ധിമുട്ടുകൾ, റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്ലസ് ഈ കോവിഡ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഓരോ വ്യക്തിയെയും, ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഹോസ്പിറ്റലിലെ പല സ്റ്റാഫുകളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും ഞാൻ നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഏതൊരു വിഷയമായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം.
നിങ്ങൾ എൻ്റെ സ്വരത്തിനുപരിയായി നിങ്ങളുടെ സ്വരം ദൈവം കേൾക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാൻ വെറും ഒരു ഒരു കിക്ക് സ്റ്റാർട്ടർ മേ ബി, അങ്ങനെ ആയിരിക്കാം. നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിങ്ങൾ പലരും പ്രാർത്ഥിക്കാത്തവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളുടെ എൻ്റെ എൻ്റെ എഗ്രിമെൻറ്റ് ഇൻ ഫെയ്ത്ത് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥനയുടെ വീഡിയോസ് നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ദൈവമായിട്ടുള്ള കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിയൻ, കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, ദൈവത്തിന് കൊടുക്കാനുള്ള ക്വയറ്റ് ടൈം, ദൈവത്തിന് സെക്ലൂഡായിട്ട് കൊടുക്കുവാനുള്ള ക്വയറ്റ് ടൈം നമ്മൾ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൂടാതെ ഈ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്, അതിന് ഉത്തരം ദൈവം നൽകട്ടെ, ടെസ്റ്റിമണീസ് ദൈവം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഈ പകൽക്കാലം നിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഒരവസരം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാമായ ദൈവം, ഞങ്ങൾ പാപിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച ദൈവം, നിൻ്റെ സ്നേഹത്തെ കുരിശിൽ നീ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. കുരിശ് മരണത്താൽ നീ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതിനായി സ്തോത്രം. നിൻ്റെ കൃപയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും കാക്കുന്നതിനായി സ്തോത്രം. നീ വിശ്വസ്തനാകുന്നു, അതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ റെഫ്യൂജാണ്, ഞങ്ങളുടെ ഫോർട്രസ്സാണ്, ഞങ്ങളുടെ പരിച, ഞങ്ങളുടെ പലക, ഞങ്ങളുടെ നല്ല ഇടയൻ. ഹല്ലേലൂയ. നിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിൻ്റെ കൃപയിലും നിൻ്റെ ദയയിലും ഞങ്ങളെ കാക്കുന്നു, അതിനായി സ്തോത്രം. നിൻ്റെ കരം ഞങ്ങളെ പിടിച്ച് വഴി നടത്തുന്നു, അതിനായി സ്തോത്രം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവരുന്നു. ഇന്ന് ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ വിഷയത്തിനെ കുറിച്ച് പ്രാർത്ഥനയുണ്ടോ അതെല്ലാം ഇന്ന് തിരുസന്നിധിയിൽ തുറന്നു വയ്ക്കുന്നു. എല്ലാത്തിനും സൊല്യൂഷൻ നിൻ്റെ കയ്യിലുണ്ട് കർത്താവേ. നീ ഓരോരുത്തരിയ്ക്കുന്ന സിറ്റുവേഷനിൽ ഇറങ്ങിച്ചെന്ന് ആ സൊല്യൂഷനെ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ബുദ്ധിയും നിൻ്റെ ജ്ഞാനത്തെയും നിൻ്റെ അറിവിനെയും കൊടുത്ത് അനുഗ്രഹിക്കണം. സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എല്ലാം നീ പറഞ്ഞിട്ടില്ലേ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ പീഡനങ്ങളെ കൂട്ടത്തിലുണ്ട്. ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സ്പിരിച്വൽ അബ്യൂസ്. ദൈവമേ, നീ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര ആർമി, എത്ര എനിമീസ് നമുക്കെതിരെ വന്നാലും നീ ഞങ്ങളുടെ കൂടെയുണ്ട്. ഗ്രേറ്റർ ഇസ് ഹി ഹൂ ഇസ് ഇൻ us than ഹൂ ഇസ് ഇൻ ദിസ് വേൾഡ്. എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, നീ യഹോവയായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നീ നിൻ്റെ മക്കളെ തെളിയിച്ച് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിൻ്റെ പ്രവൃത്തി കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിൻ്റെ മഹിമ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു കർത്താവെ. ദേഹി ആത്മാവ് സമർപ്പിക്കുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളെയും കർത്താവെ യേശുവെ നിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ മക്കൾക്കെതിരായി ആരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നു അവരെ എല്ലാവരെയും യേശുവെ നിൻ്റെ വചനപ്രകാരം ഇന്ന് ക്ഷമ കൊടുക്കുന്നു. എന്നാൽ നീ ഞങ്ങളുടെ വിൻഡിക്കേറ്റർ ആകുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനാകുന്നു കർത്താവെ. എല്ലാ വിഷയവും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് കയ്പം, അൺഫോർഗീവ്നെസ്, എല്ലാവിധ വിഷമങ്ങളും യേശുവെ ഇന്ന് സെറ്റിൽ ചെയ്യുന്നു. നിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്നു. നീ കടന്നു ചെല്ലണം. യു സ്റ്റെപ്പ് ഇൻ ഫാദർ ഗോഡ് ആൻഡ് ഹാവ് യുവർ വേ ഫാദർ, ഹാവ് യുവർ വേ. You lead, Master. You lead, Father God. Holy Spirit, have your way. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഓരോരുത്തരെയും കർത്താവെ ഉച്ചന്തലോട്ടുള്ള കാൽവരെയും യേശുവെ നിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു. സങ്കീർത്തനം 91 പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുന്നു കർത്താവെ. സങ്കീർത്തനം 23 പ്രൊവിഷൻ ക്ലെയിം ചെയ്യുന്നു.
4:17 പറഞ്ഞ പോലെ, നോ വെപ്പൺ ഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് us shall prevail. ഒരായുധവും നിനക്കെതിരെ എണീക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. Hallelujah. No weapon forged against you shall prevail. Every tongue that rises up against you shall be shown in the wrong. Oh, amen, Father. Thank you, Jesus. Thank you, Father God. നിൻ്റെ സത്യം, നിൻ്റെ പ്രോമിസസ് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവേ യേശു ഒരു തണലായ, ഒരു താങ്ങായ, ഒരു ഹോപ്പായിരിക്കുന്നതിനായി സ്തോത്രം. സത്യം പറയുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. സത്യം പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഡെലിവർ ചെയ്യുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായി സ്തോത്രം. ദൈവമേ, നിൻ്റെ മക്കളെ ഓരോരുത്തരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾക്കിടയിൽ കർത്താവെ ധൈര്യമായി പോയി നിന്നുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഫൈറ്റിൽ കർത്താവെ സ്വന്തമായി രോഗബാധിത വന്നവരും ഉണ്ട് യേശുവെ. അവരെല്ലാവരെയും കർത്താവെ കംപ്ലീറ്റായിട്ട് റിക്കവർ ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾ പലർക്കും ഒരു ആശ്വാസത്തിന് കാരണമായി തീരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ കർത്താവെ വെളിച്ചമായും ഉപ്പായും വിളിച്ചിരിക്കുന്നു യേശുവെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവരായും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടു ചെല്ലുന്നവരായും നിൻ്റെ മക്കളെ മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ നീ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിൻ്റെ കൃപയുണ്ടായിരിക്കണം. അവരുടെ യാത്രയിൽ നിൻ്റെ കൃപയുണ്ടായിരിക്കണം. ആരോടെല്ലാം നിൻ്റെ മക്കൾ സംസാരിക്കുന്നു അവിടെയെല്ലാം നിൻ്റെ നാമത്തെ ഉയർത്തും തക്കവണ്ണം, പിതാവിനെ ഉയർത്തും തക്കവണ്ണം ഓരോരുത്തരും ബിഹേവ് ചെയ്യാനുള്ള കൃപ, അവരുടെ ക്യാരക്ടറിൽ ജീസസ് റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള കൃപ നീ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ എല്ലാ സിറ്റുവേഷൻസിനെയും നിൻ്റെ കരത്തിലോട്ട് സമർപ്പിക്കുന്നു. നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു. വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൊല്യൂഷൻസിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു. ബുദ്ധി, ജ്ഞാനവും അറിവും വിസ്ഡം ഓഫ് ഗോഡിൽ വളരുവാൻ നീ കൃപ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം പൂർണ്ണമായി നിൻ്റെ കരങ്ങളോട്ട് സമർപ്പിക്കുന്നു യേശുവേ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഈ ലോകം മുഴുവനും ക്യാവസിൽ കൂടെ പോകുമ്പോൾ നീ നിൻ്റെ മക്കളെ നിൻ്റെ ചിറകിൻ കീഴിൽ വെച്ച് അണച്ചിരിക്കുന്നതിനായി, മറച്ചിരിക്കുന്നതിനായി സ്തോത്രം. എന്നാൽ നിൻ്റെ മക്കളിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ദൈവമേ ക്ലാരിറ്റി ഇല്ലാതെ ദൈവമുണ്ടോ, ദൈവം എവിടെ എന്ന ചോദ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൻ്റെ മറവും ദൈവമേ അല്ല മങ്ങലം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ഇരിക്കുന്ന ആ ദൈവത്തെ ക്ലിയറായിട്ട് കാണുവാനുള്ള ഹൃദയം ഹല്ലേലൂയ ഒരിക്കൽ കൂടി നീ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആ ഒരു അഗ്നിയെ ഇഗ്നൈറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്തെ അവരിൽ ഇഗ്നൈറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്ന ദൈവമേ പിതാവേ, നിൻ്റെ കൃപയിൽ കാക്കണം യേശുവേ. നിൻ്റെ കൃപയിൽ ഓരോരുത്തരെയും കാക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ പിതാവേ, ആമേൻ. സ്തോത്രം.